ഹായ് ഗായ്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ ചന്ത. ഇന്നത്തെ ഈവനിങ് ചന്തയാണിത്. ഞായറാഴ്ച ദിവസങ്ങളിൽ പൊതുവെ പച്ചക്കറിയാണ് ചന്തയിൽ ഉണ്ടാവുക. നമുക്കൊന്ന് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ ചെറിയ ചെറിയ സ്റ്റോള് പോലെ ഓരോ ആൾക്കാരിങ്ങനെ ഇരുന്ന് വിൽക്കുന്നുണ്ടാവും. നമ്മളെ തലശ്ശേരിയിൽ ചെറിയ പച്ചക്കറി ചന്ത ഉണ്ട്, പക്ഷേ ഇത് അതുപോലെയല്ല. ഇത് വേറെ ലെവലാണ് ഗൈസ്. ഇത് വീട്ടിൽ നിന്ന് നടന്ന് വരാനുള്ള ദൂരമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളൊക്കെ കൂട്ടി ഞാനും എൻ്റെ കസിനൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ എല്ലാ കാഴ്ചകളും ഇങ്ങനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവാണ്. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ പ്ലേറ്റിലാണ് സെല്ല് ചെയ്യുക. ഒരു പ്ലേറ്റിന് 20 രൂപ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവർ തട്ട് എന്ന് പറയും, ഒരു തട്ടിന് 20 രൂപ പറയുന്നുണ്ട്. നമ്മൾ ഓരോ സാധനങ്ങളും ഇങ്ങനെ അതിൻ്റെ വിലയൊക്കെ ചോദിച്ച് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ. നമ്മളെ നാട്ടിലിങ്ങനെ കിട്ടില്ലല്ലോ. ഇത് ഇവിടെ കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് തോന്നുന്നത് വളരെ സുലഭമായിട്ട് എല്ലാം ഫ്രഷ് പച്ചക്കറികളുണ്ട്. നമുക്ക് വെണ്ടയ്ക്കാണ് വേണ്ടത്, അപ്പോൾ അത് വാങ്ങുന്നുണ്ട്. അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്, പക്ഷേ എല്ലാം വീഡിയോ എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിരുന്നില്ല. കാരണം വെച്ചാൽ വീഡിയോ എടുക്കണോ പച്ചക്കറി മേടിക്കും വേണം, രണ്ടും കൂടിയാകുമ്പോൾ നടക്കൂല മക്കളെ. ഇത് കണ്ടോ, ഈ ഒരു പാത്രം വെണ്ടയ്ക്കൊക്കെ 20 രൂപയാണ് പറഞ്ഞത്. നമ്മൾ കൊണ്ടുവന്ന കവറിലൊക്കെ ഇതുപോലെ തട്ടി ഇടുകയാണ് ചെയ്യുക. നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് നിന്ന് മേടിക്കുന്ന ചോയ് ഉപ്പിലിട്ടതില്ലേ, ആ ഒരു കായാണ് അവിടെ കണ്ടത്. ഇത് കണ്ട മരച്ചീനിയുണ്ട്, അതായത് കപ്പയുണ്ട്, എല്ലാ തരം പച്ചക്കറികളും ഉണ്ട്. ഏതാണ് നോക്കേണ്ടത്, ഏതാണ് മേടിക്കേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല ഗൈസ്. കണ്ട നല്ല ഫ്രഷ് ക്യാരറ്റ്. എല്ലാവരും അവരവരുടെ സാധനങ്ങൾ മേടിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ നമ്മൾ മാങ്ങ മേടിക്കാൻ നോക്കി. ഇവിടെ മാങ്ക എന്നാണ് പറയുക. അപ്പോൾ അത് മേടിക്കാൻ നോക്കുമ്പോൾ നല്ല റേറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മേടിച്ചില്ല. അതേപോലെ ഇതാ കണ്ട, ഓരോ ആൾക്കാരും അവരും സാധനം മേടിക്കുന്നതിൻ്റെ തിരക്കിലാണ്. ഇവിടെ ഏത് സ്റ്റോളിൽ നോക്കിയാലും ഇതേപോലെ പാത്രങ്ങളിൽ പച്ചക്കറി അടുക്കി വെച്ചിട്ടുണ്ടാവും. ഏതെടുത്താലും 20 രൂപ അതവർ പറയുന്നുണ്ട്. എന്തല്ലേ, നമ്മളെ നാട്ടിലും ഇതേപോലെ കിട്ടിയില്ലെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചു പോയി. ഇവിടുത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം കേട്ടോ. ബായ്.